ആ കാരണത്താൽ ലോക ചരിത്രത്തിൽ ഒരു സമൂഹമാകമാനവും നശിക്കപ്പെട്ടിട്ടുണ്ട് എന്ന സത്യം പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് കച്ചവട രംഗത്തെ മര്യാദ ഇസ്ലാം ലോകത്ത് പഠിപ്പിച്ചു. ഇനിയോ നേരത്തെ MSFന്റെ വ്യക്തി പറഞ്ഞ പോലെ ഇന്നത്തെ ക്യാമ്പസുകളുടെ ചിത്രം എന്താണ്? വിജ്ഞാനത്തിന്റെ കേന്ദ്രങ്ങളായ ക്യാമ്പസുകൾ അസംസ്കാരികതകളുടെയും അരക്ഷിതാവസ്ഥകളുടെയും കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. അക്ഷരം പഠിപ്പിച്ച ഗുരുനാഥന്റെ മുഖത്ത് നോക്കി അസഭ്യം പറയാൻ മടിയില്ലാത്ത ഒരു കാലഘട്ടം നിങ്ങൾക്കറിയുമോ? ഈ അടുത്ത കാലത്ത് ഒരു ടീച്ചർ തന്റെ സ്കൂളിൽ നിന്ന് രാജിവെച്ചു. കാര്യമന്വേഷിച്ചപ്പോ പറയുന്നത് ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സ്കൂളിൽ ആ ടീച്ചറുടെ ഫോട്ടോ എടുത്തിട്ട് മോർഫിംഗ് നടത്തി നീല ചിത്രങ്ങൾ വിറ്റ് പണം സമ്പാദിക്കുന്ന വൃത്തികെട്ട കണ്ണുകളുമായി ജീവിക്കുന്ന വിദ്യാർത്ഥികളുടെ തനിനിറം മനസ്സിലാക്കി മനം തൊന്നൊരു ടീച്ചർ രാജിവെച്ച സംഭവം അടുത്ത കാലത്ത് പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. നോക്കൂ നിങ്ങൾ, കലാപരാഷ്ട്രീയത്തിന്റെ പേരിൽ പുകഞ്ഞുയർന്നുകൊണ്ടിരിക്കുന്ന വൃത്തികേടുകളുടെയും അതിക്രമത്തിന്റെയും പുകകളാണ് ഇന്നത്തെ ക്യാമ്പസുകളിൽ കാണാൻ കഴിയുക. നിങ്ങൾ ആലോചിക്കണം, 6 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ ബോംബെയിലോ അല്ലെങ്കിൽ ഡൽഹിയിലോ ജീവിക്കുന്ന 2 സ്കൂൾ കുട്ടികളുടെ നഗ്ന ചിത്രം ഇതാ ഇന്റർനെറ്റിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആളുകൾ പറഞ്ഞു, ഇത് കേരളത്തിലല്ലല്ലോ, നമ്മുടെ ജില്ലയിലല്ലല്ലോ, ഇത് ഇന്ത്യയിലെ ഏതോ ഒരു പ്രദേശത്തല്ലേ. പക്ഷേ ഇതാ 6 വർഷങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ നമ്മൾ കണ്ടു, ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരേ സ്കൂളിൽ പഠിക്കുന്ന, ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന, ഒരേ യൂണിഫോം അണിയുന്ന 3 വിദ്യാർത്ഥിനികൾ സ്കൂളിൽ ആത്മഹത്യ ചെയ്ത് മരണപ്പെട്ട വാർത്ത. എന്റെ കാര്യം എന്തായിരുന്നു? ആ സ്കൂളിൽ പഠിക്കുന്ന തന്റെ സഹപാഠികൾ ഇന്നേറ്റ വിഷക്കനിയായിരുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കി, നമ്മൾ അറിഞ്ഞത്. ഈ രൂപത്തിൽ സംസ്കാരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബോയ് ഫ്രണ്ടിന്റെയും ഗേൾ ഫ്രണ്ടിന്റെയും കാലഘട്ടം വേണമെന്ന് വാദിച്ചു കൊണ്ടിരിക്കുന്ന വല്ലാത്തൊരു കാലഘട്ടം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മാതാപിതാക്കളുടെ കൈപിടിച്ച് നടക്കേണ്ട പെൺകുട്ടികൾ അന്യ പുരുഷന്മാരോടൊപ്പം ഒളിച്ചോടുന്നതിനല്ലേ ഈ ബോയ് ഫ്രണ്ട് സംസ്കാരം ലോകത്ത് സംഭാവന ചെയ്ത കാര്യം? അതല്ലാതെ എന്ത് നന്മയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? പ്രിയപ്പെട്ടവരെ, JNU എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട് ഡൽഹിയിൽ. ആ യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? അവിടെ ഇവിടെയും ചില ബോക്സുകളാണ്. എന്താണ് ബോക്സ്? ഗർഭനിരോധന ഉറകളുടെ ബോക്സുകളാണ് അവയെല്ലാം എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഒരു ക്യാമ്പസിനുള്ളിൽ ഈ രൂപത്തിലുള്ള തോന്നിയവാസങ്ങൾ അതിക്രമിച്ചു കൊണ്ടിരിക്കുന്ന നേർരേഖകളാണ്, നഗ്ന ചിത്രങ്ങളാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമാണോ മഹാനായ പ്രവാചകൻ ലോകത്തോട് പഠിപ്പിച്ചിരുന്നു, ഒരു ആണും ഒരു പെണ്ണും ഏകരൂപത്തിൽ തനിച്ചാവുകയാണെങ്കിൽ, ഒരു ആണും പെണ്ണും തനിച്ചായാൽ അവിടെ മൂന്നാമനായി പിശാച് പ്രവർത്തിക്കും, അഥവാ മോശമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകും. പക്ഷേ ഇന്ന് ആ സന്ദേശം ഉൾക്കൊള്ളാൻ സമൂഹം തയ്യാറായില്ല. നിങ്ങൾ നോക്കൂ, ഏതാനും ചില ദിവസങ്ങൾക്ക് മുമ്പാണ്, ആഴ്ചകൾക്കുമാണ് നമ്മൾ വായിച്ചത്, ലോകത്ത് ഏറ്റവും ചെറിയ പിതാവിന്റെ വയസ്സ് 13 വയസ്സാണത്രേ. ലോകത്ത് ഏറ്റവും ചെറിയ പിതാവിന്റെ വയസ്സ് 13 വയസ്സാണ്. നോക്കൂ നിങ്ങൾ, പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ്, ഇന്ത്യ നിയമപ്രകാരം പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ നിയമപ്രകാരം പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് അച്ഛന്മാരാകുന്ന വിദ്യാർത്ഥി തലമുറയെ നമ്മൾ ഇന്ന് കാണുകയാണ്. മാത്രമല്ല, അക്രമവാസനയിൽ നമ്മുടെ വിദ്യാർത്ഥികൾ പിമ്പിലാണോ? നിങ്ങൾ നോക്കൂ, ഇതാ അമേരിക്കയിൽ 10ലധികം വിദ്യാർത്ഥികളെ വെടിവെച്ചു കൊന്ന മനുഷ്യനെ കണ്ടപ്പോൾ നമ്മളെന്ന് പറഞ്ഞു, അത് അമേരിക്കൻ സംസ്കാരം കൊണ്ടാണ്. പക്ഷേ ഇങ്ങകരെ ഇന്ത്യയിൽ നമ്മൾ കണ്ടതാണ്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി തന്റെ കയ്യിലുള്ള തോക്കുകൊണ്ട് തന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയെ ക്രൂരമായി കൊലപ്പെടുത്തുന്ന രംഗം. ഈ രൂപത്തിൽ അക്രമവാസനകൾ വർദ്ധിച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി തലമുറയെ മാത്രമാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, ഈ രൂപത്തിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നാളെയുടെ എഞ്ചിനീയർമാരും, നാളെയുടെ ഡോക്ടർമാരും, നാളെയുടെ സാറന്മാരും മോശമായ പ്രവർത്തനത്തിന്റെ അടിമകളായി തീരും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി സമൂഹത്തിന്റെ നവോത്ഥാനം ആവശ്യമാണ് എന്ന സത്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്.
മാത്രമല്ല സ്വകാര്യ ലാഭങ്ങൾക്ക് വേണ്ടി ആരെയും കൊലപ്പെടുത്താൻ മടിയില്ലാത്ത സന്താനങ്ങളായി നമ്മുടെ വിദ്യാർത്ഥികൾ മാറി. കഴിഞ്ഞ 2006 ഡിസംബർ മാസം നിങ്ങൾ മനസ്സിലാക്കണം, കഴിഞ്ഞ 2006 ഡിസംബർ മാസം കേരളത്തിന്റെയും ഇന്ത്യയിലെയും പത്രമാധ്യമങ്ങൾ രേഖപ്പെടുത്തി, ഉന്നത വിദ്യാഭ്യാസ ശാലയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി സ്വന്തം മാതാവിനെ കൊലപ്പെടുത്തിയ രംഗം. അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് അവൾ പഠിച്ച കോളേജിലെ ഒരു യുവാവുമായി അവൾ സ്നേഹത്തിലായിരുന്നു. സ്വാഭാവികമായും ഏതൊരു മാതാവും പിതാവും ഇതറിഞ്ഞാൽ വിലക്കുമല്ലോ. ആ വിലക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ മാതാപിതാക്കളോട് കോപാകുലയായി പെരുമാറി ഉറങ്ങിക്കിടക്കുന്ന മാതാവിന്റെ മുറിയിലേക്ക് പെൺകുട്ടി കടന്നു ചെന്നു. എങ്ങനെയാ കടന്നു ചെന്നത്? ഒരു കുപ്പി മണ്ണെണ്ണയുമായി ഉറക്കത്തിൽ മയങ്ങിക്കിടക്കുന്ന മാതാവിന്റെ ശരീരത്തിലേക്ക് ഈ മണ്ണെണ്ണ ഒഴിച്ച് കയ്യിലുണ്ടായിരുന്ന തീപ്പെട്ടിക്കൊള്ളി കൊണ്ട് ആ മാതാവിന്റെ ശരീരം കത്തിച്ച് കൊലപ്പെടുത്തുമ്പോൾ ജീവനും മരണവുമായി മല്ലിടുന്ന ഒരു മാതാവിന്റെ വല്ലാത്തൊരു മാനസികാവസ്ഥ നമ്മളൊന്ന് ആലോചിക്കേണ്ടതാണ്. ജീവന് വേണ്ടി പെറ്റു വളർത്തിയ മകളോട് കെഞ്ചുന്ന യാചിക്കുന്ന ഒരു മാതാവ്. ഉടനെ ഈ പെൺകുട്ടി അടുക്കളയിലേക്ക് പോയി എടുത്താൽ പൊങ്ങാ തമ്മിക്കൽ എടുത്തുകൊണ്ടുവന്ന് മാതാവിന്റെ തല അടിച്ചു തകർക്കുന്ന രംഗമാണ് നമുക്കവിടെ കാണാൻ കഴിഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ആലോചിക്കുക, ഇതൊക്കെ സമ്പത്തിന്റെ കുറവ് കൊണ്ടാണോ? വിജ്ഞാനത്തിന്റെ കുറവ് കൊണ്ടാണോ? അല്ല, മനുഷ്യനെ മനുഷ്യനാക്കുന്ന എന്തോ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നെ ഞാനാക്കുന്ന, നിങ്ങളെ നിങ്ങളാക്കുന്ന, ഈ സമൂഹത്തെ മനുഷ്യത്വമുള്ളവരാക്കുന്ന എന്തോ ഒന്ന് നമ്മൾ ഇന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മീഡിയകൾ എന്ന് പറഞ്ഞാൽ തിന്മകളുടെ മാതാവായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ തിന്മ നടക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, കാനഡയിലെ പഠന റിപ്പോർട്ടിൽ 100% വരുന്ന യുവതലമുറയും 100% വരുന്ന യുവാക്കളും നീല ചിത്രം കാണുന്നവരാണെന്ന് പറഞ്ഞല്ലോ. ഇതിൽ 90% ഇന്റർനെറ്റ് വഴിയാണ് എന്നാണ് അവിടുത്തെ പ്രൊഫസർമാർ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. ഒരു മാതാവ് ഭക്ഷണവുമായി കാത്തിരിക്കുകയാണ്, മണിക്കൂർ നേരം കാത്തിരുന്നു, പക്ഷേ മകൻ പുറത്തേക്ക് വരുന്നില്ല. ഇവരിതാ ആ മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കാണുന്നത് ഇന്റർനെറ്റിന്റെ മുമ്പിലിരുന്നു കൊണ്ട് മോശമായ കാഴ്ചകൾ കാണുന്ന ഒരു മകന്റെ വല്ലാത്ത ദൃശ്യമായിരുന്നു. ഇങ്ങനെ നമ്മുടെ സമുദായം, നമ്മുടെ സമൂഹവും അധപ്പതിച്ചു കൊണ്ടിരിക്കുന്നു. +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയുടെ കയ്യിൽ നിന്ന് പെൻഡ്രൈവ് കിട്ടി. ആ പെൻഡ്രൈവ് പരിശോധിക്കുന്ന സമയത്ത് 100 കണക്കായ മോശമായ ചിത്രങ്ങളുള്ള 2 പെൻഡ്രൈവുകളാണ് അധ്യാപകന്മാർ പിടിച്ചെടുക്കുന്നത്. ഇങ്ങനെ ആധുനിക സാങ്കേതിക വിദ്യകളെ മോശമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം. ഒരിക്കൽ പരീക്ഷ ഹാളിലേക്ക് കടന്നു വന്നൊരു പെൺകുട്ടി, അവളുടെ കയ്യിൽ ബാഗ് ഉണ്ടായിരുന്നു. ബാഗിൽ നിന്നൊരു CD താഴേക്ക് വീണു. ഇത് കണ്ട അധ്യാപകൻ എടുക്കാൻ പോകുമ്പോൾ ഈ പെൺകുട്ടി നിന്ന് വിറക്കുന്നു. വല്ലാത്തൊരു സംശയം അദ്ദേഹത്തിനുണ്ടായി. ഉടനെ തന്റെ ലാപ്ടോപ്പിൽ ഇട്ടു നോക്കുന്ന സമയത്ത് കാണുന്നത് ആ വിദ്യാർത്ഥിയെ കുറിച്ച് ഇത്രയും കാലം താൻ ആലോചിച്ച നല്ല മുഖമായിരുന്നില്ല. ഇങ്ങനെയാണ് നമ്മുടെ യുവതലമുറയുടെ കോലം. ഇരുളിന്റെ മറവിൽ സാത്താന്മാരായി മാറിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിന്റെ മുമ്പിൽ മാന്യന്മാരും ഇരുളിന്റെ മറവിൽ രഹസ്യമായ ജീവിതത്തിൽ മോശമായ രൂപത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമായി നമ്മുടെ ലോകവും നമ്മുടെ കുട്ടികളും മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് പല മൊബൈൽ കമ്പനിക്കാരും ഇതാ രാത്രി ഓഫറുകൾ ഇറക്കുന്നു. 9 മണി മുതൽ ഇത്ര സമയം വരെ ഫ്രീ ആയിട്ട് വിളിക്കാം. ആരെയാണ് രാത്രി വിളിക്കേണ്ടത്? മനുഷ്യന്മാർ ഉറങ്ങുമ്പോൾ ഈ സമുദായത്തിന് ആരെയാണ് രാത്രി വിളിക്കേണ്ടത്? ഈ ഓഫറുകൾ കണ്ടിട്ട് അതെടുത്ത് സൗജന്യമായി വിളിച്ച് വഴിപിടക്കുന്ന എത്ര പെൺകുട്ടികളെയും എത്ര ആൺകുട്ടികളെയും നമുക്ക് കാണാൻ കഴിയും. 3-4 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങാടിയിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു വൃത്തികെട്ട മാസിക വാങ്ങണമെങ്കിൽ ഒരുപാട് പഴുതുകൾ ഉണ്ടായിരുന്നു. ആളുകളുടെ കണ്ണുകളെ വെട്ടിക്കണമായിരുന്നു. ഇന്നോ GPS ഉപയോഗിച്ചുകൊണ്ട് തന്റെ മൊബൈലിൽ എന്തും കാണാമെന്ന അവസ്ഥയിലേക്ക് 21-ാം നൂറ്റാണ്ടിന്റെ വിദ്യാഭ്യാസ, സാമൂഹിക, സാമ്പത്തിക വ്യവസ്ഥകൾ മനുഷ്യനെ കൊണ്ടെത്തിച്ചില്ലേ? ഇന്ന് ഏറ്റവും വലിയ ഭീഷണിയായി സമൂഹത്തിന് മാറിക്കൊണ്ടിരിക്കുന്നത് മീഡിയകളാണ്. മീഡിയ എന്ന് പറഞ്ഞാൽ വിജ്ഞാനത്തിലേക്ക് സമൂഹത്തെ നയിക്കേണ്ട ഏറ്റവും നല്ല ആയുധമായി വിനിയോഗിക്കാൻ കഴിയേണ്ട ഒന്നാണ്. പക്ഷേ പലപ്പോഴും
ഈ മീഡിയകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്